ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ കുഞ്ഞു ബേബി ഉണ്ടല്ലോ, മോന് ഇപ്പോൾ 8 months ആണ് ആയിട്ടുള്ളത്. അപ്പോൾ മോന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് എസെൻഷ്യൽസ് നമുക്ക് നോക്കാം. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ എന്തുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം കൂടി ചേർത്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സോപ്പ് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഭാവിക്ക് യൂസ് ചെയ്യുന്നത് ടെഡി ബാർ ആണ് കേട്ടോ. ഇത് തീർന്നത് ടെഡി ബാറാണ്. അതിപ്പോൾ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം പിന്നെ ഞാൻ ഒരെണ്ണം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇമ്മക്കുട്ടിക്ക് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഏതായിരുന്നു അറിയാമോ? ഇല്ല, ബേബി ഡവ് ആയിരുന്നു ഞാൻ ഇമ്മക്കുട്ടിക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം പിയേഴ്സ്. അപ്പം കുഞ്ഞിലെ ബേബി ഡവ് ആയിരുന്നു ഇമ്മക്കുട്ടിക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്കിന്നിൽ ചെറിയൊരു ഇങ്ങനെ വൈറ്റ് ഒരു പാട് പോലെ വന്നപ്പോഴത്തേക്കും ഒന്ന് നിർത്തുമോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. നമുക്ക് വീഡിയോ എടുത്തതിന് ശേഷം സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം ചെറിയ റാഷസ് പോലെയൊക്കെ സ്കിന്നിലുണ്ടായിരുന്നു ഇമ്മക്കുട്ടിക്ക്. അപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് ഒരു ഇസഡിൻ്റെ അങ്ങനെ എന്തോ ഒരു സോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ബേബി ഡവ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുഞ്ഞാവിക്ക് നമ്മൾ വാങ്ങണത് ടെഡി ബാറാണ്. ഇതാണ് യൂസ് ചെയ്യണത്. മൈൽഡാണ്, നല്ലതാണ്. അങ്ങനെ ഒരുപാട് കുത്തുന്ന പോലത്തെ മണം കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇതുപോലൊരു പിങ്ക് അല്ല, ഒരു പീച്ച് പോലത്തെ ഒരു ബേബി പിങ്ക് പീച്ച് ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു സോപ്പാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ സോപ്പ് വയ്ക്കാനുള്ളൊരു സ്റ്റാൻഡൊക്കെ വരണുണ്ടേ. അപ്പോൾ കുളിപ്പിക്കാൻ നേരത്ത് ഞാൻ ഇതുപോലെ ഒരെണ്ണം കയ്യിൽ കൊടുക്കും. നമ്മൾ നേരത്തെ വാങ്ങിയതിൻ്റെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരെണ്ണം കയ്യിൽ കൊടുത്തിട്ടാണ് ഞാൻ കുഞ്ഞാവെ കുളിപ്പിക്കുന്നത്. അപ്പോൾ കുഞ്ഞാവയുടെ പേര് ആദ്വിക് എന്നാണ്. ആദ്വിക് അജയ് എന്നാണ് പേരിട്ടേക്കണത്. നമ്മൾ വീട്ടിൽ മിക്കൂസ് എന്നാണ് വിളിക്കണേ. മിക്കു എന്ന് വിളിക്കും. പിന്നെ നമ്മൾ മിക്കുടു എന്ന് വിളിക്കും. പിന്നെന്താ വിളിക്കും? മിക്കപ്പാന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുഞ്ഞാവയുടെ പേര്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ്. ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും. ഓൺലൈനായിട്ട് ആമസോണിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ടെഡി ബാറാണ് യൂസ് ചെയ്യണത്. ടെഡി ബാർ ബാത്തിങ് ബാർ ഫോർ സെൻസിറ്റീവ് സ്കിൻ ഫ്രണ്ട്ലി, pH ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്, 100% സോപ്പ് ഫ്രീ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. കുഞ്ഞാവയ്ക്ക് യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ ഇത് നാൽപ്പാമരാതി ഓയിലാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ ബാത്റൂമിൽ വെച്ചിരുന്നിട്ട് ഇങ്ങനെ ചെറിയ കളർ പോലെ ആയി. ഞാനിത് കോട്ടയ്ക്കൽ ആയുർവേദയുടെ നാൽപ്പാമരാതി കേരതൈലമാണ് യൂസ് ചെയ്യണത്. ഇത് ഇപ്പോൾ തീരാറായി. പിന്നെ ഇടയ്ക്ക് ഈ ഔഷധിയുടെ ബേബി ഓയിലും യൂസ് ചെയ്യാറുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടില്ല. ഞാൻ കൂടുതലായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യണത്, നാൽപ്പാമരാതി ഓയിൽ. ഇത് നമുക്ക് ആയുർവേദ കടയിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടുമേ. നമ്മൾ ഇത് അടുത്തുള്ളൊരു ആയുർവേദ ഷോപ്പിൽ നിന്നാണ് വാങ്ങണത്. ഇത് ഔഷധിയുടെ ഔട്ട്ലെറ്റിൽ മാത്രമേ കിട്ടുന്നുള്ളൂ തോന്നുന്നത്. പിന്നെ ഔഷധിയുടെ ഓൺലൈൻ സൈറ്റിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് പറയാമല്ലേ. ഈ ടെഡി ബാറിന് റേറ്റ് വരുന്നത് 199 രൂപയാണേ. പിന്നെ ഈ നാൽപ്പാമരാതി ഇതിന് 150 രൂപ. ബേബി ഓയിലിന് വരുന്നത് 140 രൂപ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ. അത് നമ്മൾ വാവയ്ക്ക് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഡെർമാഡ്യൂയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണേ. ഇമ്മക്കുട്ടിക്ക് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ അലോഗ്രേസിൻ്റെ അതായിരുന്നു ഇമ്മക്കുട്ടിക്ക് യൂസ് ചെയ്തിരുന്നത്. ഡെർമാഡ്യൂയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഞാൻ മോൾക്ക് അലോഗ്രേസാണ് യൂസ് ചെയ്തിരുന്നത്. എന്താണ് എക്സ്പ്രഷനൊക്കെ വാരി എത്തണം. അപ്പോൾ ഇതാണ് കുഞ്ഞാവയ്ക്ക് യൂസ് ചെയ്യണേ. ഇപ്പോൾ മിക്രൂസിന് യൂസ് ചെയ്യണേ. ഇത് ഭയങ്കര മൈൽഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഭയങ്കര മൈൽഡാണ്, നല്ലതാണ് കേട്ടോ. നല്ല സൂത്തിങ് ആയിട്ടുള്ള സ്മെല്ലാണ്. കുത്തുന്ന പോലത്തെ സ്മെല്ലൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ നമ്മൾ ഈ കുഞ്ഞു വാവാസിനൊക്കെ സാധാരണ കാണുന്ന പോലത്തെ ഒരു ബേബി മണം അങ്ങനത്തതല്ല. നല്ല സൂത്തിങ് ആയിട്ടുള്ളൊരു മൈൽഡായിട്ടുള്ള കാമായിട്ടുള്ളൊരു മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 295 രൂപയാണ്. 295. ഇത് മെഡിക്കൽ ഷോപ്പിലും വാങ്ങാൻ കിട്ടുന്നുണ്ട്. പിന്നെ ആമസോണിലും അവൈലബിൾ ആണ്. ഞാൻ നോക്കിയിട്ടുണ്ട്. 295 രൂപ. പിന്നെ ഇത് നമ്മൾ കലാമിൻ ലോഷൻ സാധാരണ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഡെർമാഡ്യൂയുടെ തന്നെ ഒരു കലാമിൻ സംഭവമാണ് കേട്ടോ. ഇത് കെലോ എന്നാണ് പറയണത്. ഡെർമാഡ്യൂ ലോഷനാണിത്. ഇത് നമുക്ക് സാധാരണ ഈ മോസ്കിറ്റോ ബൈറ്റ്, പിന്നെ ബേബി റാഷ് അതിനൊക്കെ യൂസ് ചെയ്യാം. റാഷസ് വരുമ്പോഴും ചെറിയ കുരുക്കൾ പോലെ കുഞ്ഞാവയുടെ ദേഹത്ത് ഒരിക്കൽ പനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇടയ്ക്കായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെറിയ കുരു പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യണേ. നല്ലതായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഡെർമാഡ്യൂയുടെ ലോഷൻ. ഇത് കലാമിൻ ലോഷൻ പോലെ തന്നെ കേട്ടോ. ആ ഒരു കളറും മണം കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. കണ്ടതാ, ഇത് കലാമിൻ പോലെ ഇതാ ഈ ഒരു പീച്ച് കളർ തന്നെയാണ് വരുന്നത്.
അപ്പോൾ ഇത് നമുക്ക് മോസ്കിറ്റോ ബൈറ്റിന് ബേബി ഡയപ്പർ റാഷനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണോ 195 രൂപ തന്നെയാണ് കേട്ടോ. ഇതിന് 195 രൂപ. പിന്നെ ഞാൻ ഭാവിക്ക് യൂസ് ചെയ്യണ വൈപ്സ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് വാവ ഉണ്ടായപ്പോൾ തൊട്ട് ഇതുവരെയും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ട്യൂലിപ്സിൻ്റെതായിരുന്നു. ട്യൂലിപ്സിൻ്റെ വൈപ്സ് എന്ന് പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ, നല്ല സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയൊരു അങ്ങനെ മണമോ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു സ്മെല്ലേ ഉള്ളൂ, ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള സ്മെല്ല്. ചെറിയൊരു മണം മാത്രമേ ഉള്ളൂ ട്യൂലിപ്സിന്, നല്ലൊരു സൂത്തിങ് ആയിട്ടുള്ള. അതിൽ ഗ്രേപ്പിൻ്റെ ഒരു ഫ്ലേവർ, അങ്ങനത്തെ ഒരു മണം വരുന്ന, ഫ്രാഗ്രൻസ് വരുന്ന, അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ അടുത്തൊരു മോളിൽ നിന്ന് വാങ്ങിയതാണേ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്മക്കുട്ടിക്കും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞു വന്നതിന് ശേഷം ഭാവിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നമുക്കിങ്ങനെ ആൾക്കാർ കാണാനൊക്കെ വിസിറ്റിനൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ മീമിയുടെ ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ ട്യൂലിപ്സിൻ്റെ കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ മീമിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെത് റേറ്റ് വന്നിട്ട് ഇത് 99 രൂപയാണ്. പക്ഷെ അത് കുറച്ചുകൂടെ റേറ്റ്, ട്യൂലിപ്സിൻ്റെത് കുറച്ചുകൂടെ റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ 72 99 രൂപ ഉള്ളൂ. അങ്ങനെയാണ് കേട്ടോ റേറ്റ്. ഇതിപ്പോൾ കുറച്ച് നാളായതേ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് തകണ്ട. ഇനി ഉണ്ട്. അതിപ്പോൾ ഒരു 5-6 യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതുവരെയും ട്യൂലിപ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കുറേ എല്ലാം ഇങ്ങനെ ഫ്രൂട്ട് എക്സ്ട്രാക്റ്റിൻ്റെ അങ്ങനത്തേതാണ് വരണത്. അപ്പോൾ ഒരുപാട് ഫ്രൂട്ട് വേരിയൻസിൻ്റെതുണ്ട്. ഞാൻ ഗ്രേപ്സിൻ്റെതാണ് യൂസ് ചെയ്തത്. പീച്ചിൻ്റെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്ത് നോക്കാം ഇനി. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെറ്റ് വൈപ്സ്. പിന്നെ നമ്മളിപ്പോൾ കുഞ്ഞാവയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാമി പോക്കാണ് കേട്ടോ, സ്നഗ്ഗി. അപ്പോൾ എനിക്ക് ഇതുവരെ യൂസ് ചെയ്തതില്ല. ഞാൻ കുഞ്ഞാവയ്ക്ക് ആദ്യം അതായത് കുഞ്ഞാവ ജനിച്ച സമയത്ത് ഞാൻ ബം ടമ്മിൻ്റെതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഇന്നർ ലെയറിലായിട്ട് കുറച്ച് ഹാർഷായിട്ടുള്ളൊരു ലെയറായിരുന്നു. അപ്പോൾ അത് കുഞ്ഞാവയ്ക്ക് ചെറിയ സ്ക്രാച്ച് റാഷസ് പോലെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തിട്ട് രാത്രിയിൽ ഇട്ട് കൊടുക്കുമായിരുന്നു. രാവിലെ ഒന്നും അങ്ങനെ ഡയപ്പർ യൂസ് ചെയ്യാറില്ലായിരുന്നു, ക്ലോത്ത് തന്നെയായിരുന്നു ന്യൂ ബോൺ ആയിരുന്ന സമയത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കഡിൽസ് നല്ലതാണെന്ന് കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കഡിൽസ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര കണ്ട് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ബം ടമ്മിന് ശേഷം ഞാൻ മാമി പോക്കോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഒരു പ്രാവശ്യം ഈ നൂലുകെട്ടിന് ഡയപ്പറൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അതിൽ ഒരെണ്ണം പാമ്പേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പാമ്പേഴ്സ് വെച്ച് കൊടുത്തു. പക്ഷേ അത് ഭാവിക്ക് നല്ല അലർജി ഉണ്ട് കേട്ടോ, അവന് അത്ര സ്യൂട്ട് ആവുന്നില്ല. അപ്പം ഞാൻ വീണ്ടും മാമി പോക്കോ തന്നെ വാങ്ങി യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് കഡിൽസിനെ കുറിച്ചിട്ട് കണ്ടത്, റിവ്യൂ കണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിച്ചു. പക്ഷേ മാമി പോക്കോ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ കഡിൽസ് യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അത്ര കണ്ടങ്ങ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമ്മൾ ഒരു മാമി പോക്കോ യൂസ് ചെയ്യുന്നതും 2 കഡിൽസ് യൂസ് ചെയ്യുന്നതും ഒരുപോലെയാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മൾ മാമി പോക്കോ നമ്മൾ ഒരുപാട് നേരം യൂസ് ചെയ്യുന്നുണ്ട് എന്നല്ല പറഞ്ഞത്, പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മാമി പോക്കോ പോലെ അബ്സോർബ് ചെയ്യണില്ല എന്ന് എനിക്ക് തോന്നി കഡിൽസിൻ്റെ. അതുകൊണ്ട് ഒരു പാക്കറ്റ് വാങ്ങി യൂസ് ചെയ്തു. പിന്നെ ഞാനതങ്ങ് നിർത്തി. വീണ്ടും ഞാനിപ്പോഴും ഇപ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മാമി പോക്കോ തന്നെയാണ് വാങ്ങണേ. ഞാൻ ഇതുപോലെ ഈ ഒരു 599 പാക്കേജാണ് കേട്ടോ വാങ്ങണേ. അപ്പോൾ ഞാൻ ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങണേ. അപ്പോൾ എനിക്കിത് നമ്മൾ ഓഫറെല്ലാം പോയിട്ട് എനിക്ക് 420 450 വെച്ചിട്ട് കിട്ടും ഈ മാമി പോക്കോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. ഭാവിക്കും ഇതുവരെയും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പറയൂ സ്നഗ്ഗി അല്ലേ, ഡയപ്പർ. അപ്പോൾ ഇത്രയാണ് ഞാൻ കുഞ്ഞു ഭാവിക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. എന്താണ് ഓറഞ്ചും പിങ്കും ഒക്കെ അത് ക്ലോത്ത് ഡയപ്പർ അല്ലേ. പിന്നെ ഭാവിക്ക് ഇപ്പോൾ ഞാനാണ്ട് ഇത് നൈറ്റ് യൂസ് ചെയ്യണതാണ് കേട്ടോ ഈ ഡയപ്പേഴ്സ്. അല്ലാതെ ക്ലോത്ത് ഡയപ്പർ രാവിലെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞോട്ടെ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഭാവിക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിയണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഭാവിക്ക് യൂസ് ചെയ്യുന്ന ഞാൻ അല്ലാണ്ട് കുറച്ച് പ്രോഡക്റ്റ്സ് നമ്മൾ ഇപ്പോൾ മാറ്റ് അങ്ങനത്തെ കുറച്ച് ക്രാഡിൽ അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാം, ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ പേര് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇമ്മക്കുട്ടിയുടെ കണ്ണിനകത്ത് എന്താണ് പറ്റിയെന്ന്. മോളോട്ട് നോക്കണ കുഞ്ഞ്. ഇത് ഇമ്മക്കുട്ടിക്ക് ബർത്ത് മാർക്കാണ്, ജനിച്ചപ്പോഴേ ഉള്ളതാണ്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ സൈറ്റിന് വേറെ പ്രശ്നമൊന്നുമില്ല, കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറേ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയതാണ്, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അവൾക്ക് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാവരും കാണുമ്പോൾ പെട്ടെന്ന് ചോദിക്കും കണ്ണിൽ എന്താ പറ്റിയെന്ന്.
വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ബർത്ത് മാർക്കാണത്. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. ബൈ പറയടോ.